ഹലോ, ഇന്ന് നമ്മൾ പറമ്പിൽ നിന്ന് ഒരു 3-4 കൂമ്പ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറേ നാളായി കൂമ്പിൻ്റെ ഒരു തോരൻ കഴിച്ചിട്ട്. അപ്പോൾ കൂമ്പ് തോരൻ കഴിക്കാനൊരു കൊതി തോന്നി. അന്നേരം ചെന്ന് 3-4 കൂമ്പ് പറിച്ചെടുത്തു. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ കൂമ്പിൻ്റെ തോരൻ വെച്ചോ എങ്ങനെയും കഴിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് നമ്മുടെ ചുവന്ന പേരയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല പഴുത്ത ചുവന്ന പേരയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു ഓണത്തിന് മുമ്പായിട്ടുള്ളൊരു കൃഷിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലോക്കിയുടെ ഒരു 3-4 സീഡ്സ് ഇപ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2-3 എണ്ണം ഇത് നല്ല ഹെൽത്തി ആയിട്ട് വന്നൊരു പ്ലാന്റാണ്. പക്ഷെ എന്നാലും എന്തോന്ന് ചവിട്ടി ഒന്ന് ഒടിഞ്ഞിരിപ്പുണ്ട്. ലോക്കി ഒരുപാട് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബുഷ് ബീൻസാണ്. ബുഷ് ബീൻസിൻ്റെ അകത്ത് നിറയെ ബീൻസ് ഉണ്ടാകുന്ന ഒരു ഇനമാണ്. നമ്മൾ പച്ചക്കറി കടയിലൊക്കെ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ 1-2 സീഡ്സ് ഇട്ട് അതിൽ നിന്ന് പറിച്ച് നമ്മൾ കൂട്ടാനുണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക രസമല്ലേ. അതുപോലെ തന്നെ ഞാൻ പാവലിൻ്റെ സീഡ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ വെണ്ടയുടെ സീഡ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പയറിൻ്റെ സീഡ്സ് ഇട്ടിട്ടുണ്ട്. പയറൊന്നും അങ്ങോട്ട് ആയി വന്നില്ല. ഇപ്പം അന്നേരം ഇത്രയും കാര്യങ്ങളാണ്. ബുഷ് ബീൻസ്, അതുപോലെ തന്നെ ലോക്കി എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ഗാർഡാണ്. അന്നേരം ബോട്ടിൽ ഗാർഡ് ഇതൊക്കെയാണ് കിളിച്ച് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പേരയുടെ കാര്യം ഞാൻ പറയാൻ ഇവിടെ മെയിനായിട്ട് വരാനുള്ള കാര്യം, നമ്മുടെ പേരയുടെ ഇല കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. പേരയുടെ ഇലയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അത് പേരയുടെ ഇലയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതാണ് ഈ പേരയുടെ ഇല. അതുപോലെ തന്നെ വായ്നാറ്റം മാറാൻ വേണ്ടിയിട്ട് ഈ പേരയുടെ ഇല നമ്മൾ വായിലിട്ട് ചവച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ പേരയുടെ പേരയുടെ ഇലയെന്ന് വായിലിട്ട് ചവച്ചാൽ മതി കേട്ടോ. വായ്നാറ്റം എല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൽ ഇപ്പോൾ എല്ലാവർക്കും, ഈവൻ കുഞ്ഞുങ്ങൾക്ക് വരെയുള്ളൊരു പ്രശ്നമാണ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നൊരു ഹെൽത്ത് കണ്ടീഷൻ. അതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് പേരയുടെ ഇലയെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ തളിരില കഴിക്കുന്നതോ അല്ലെങ്കിൽ അത് ഇട്ട് തിളപ്പിച്ച വെള്ളം പേരയുടെ ഇലയിട്ട് വെള്ളം കുടിക്കുന്നതോ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോ ഒക്കെ ഒത്തിരി നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവിനെ കുറയ്ക്കാൻ ഇത് നല്ല അളവിൽ സഹായിക്കുന്നതാണ്. അന്നേരം ഒരുപാട്. അതുപോലെ തന്നെ പേരയ്ക്ക എന്ന് പറഞ്ഞാലും ഹൈ പ്രോട്ടീനുള്ള, അതുപോലെ തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള, അതായത് ഷുഗറിൻ്റെ അളവ് വളരെ കുറവായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. അന്നേരം ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് കാലറി ഇല്ല. അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈസിലി അവൈലബിളുമാണ്, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരയ്ക്കയും പേരയുടെ ഇലകളും കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കൊളസ്ട്രോൾ കുറയാൻ വരെ ഇത് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തളിരില കിട്ടുകയാണെങ്കിൽ നമ്മൾ പറിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പേരയ്ക്കയും നമ്മൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മുടെ കൃഷിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് ആയി വന്ന് നല്ലപോലെ വരാൻ നേരം ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിക്കാമേ. അതുപോലെ തന്നെ ഈ പച്ചക്കറികൾക്കും ഈ മാവ്, അതുപോലെ തന്നെ കായ്ക്കുന്ന പേര, ഇതുപോലെയുള്ളതൊക്കെ കായ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ചെറിയ പഴങ്ങളുണ്ടല്ലോ, പഴം പഴുത്തു പോയ പഴം എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടൊരു 3 ദിവസം ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു സത്തെടുത്ത് ഒരു 4 ഇരട്ടി 5 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ കായ്ക്കാൻ ഒത്തിരി നല്ലതാണ്. ഇത് കണ്ടോ പേരയ്ക്ക. ഇത് ചെറിയൊരു പേര വാങ്ങി നട്ടതായിട്ടോ. പേരയ്ക്ക ആയി വന്നിട്ടുണ്ട്. ചെറിയ പേരയൊക്കെ ഒരുപാട് വലുതാകാനൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാണ്. ഓമയ്ക്ക കണ്ടോ. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിതൊന്നും ഒരുപാട് പറമ്പിലോട്ടൊന്നും പോകുന്നില്ല. ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. ഇത് ആയിട്ടില്ല, ജസ്റ്റ് പൂ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം എപ്പോഴും ഓൾ സീസൺ തന്നെ കേട്ടോ. എപ്പോഴും നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് പൂത്ത് വരുന്നതേ ഉള്ളൂ. ആയി കഴിയുമ്പോൾ ഞാൻ കാണിക്കാമേ. ഇത് നമ്മുടെ ചെറീസാണ്. ഈ ചെറിയുടെ ഒരു പ്രത്യേകത തന്നെ ഒരുപാട് പുളിയും ഇല്ല, എന്നാൽ ഒരുപാട് മധുരവും ഇല്ല. കഴിക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പച്ചയോട് തന്നെ ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ലൊരു ചെറിയാണിത്. ഇതിപ്പം കുറേ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വലിയൊരു മരമായിട്ട് മാറി. വളരെ കുഞ്ഞൊരു തൈയായിട്ട് വാങ്ങിച്ചായിരുന്നു. അത് ഇപ്പം വലുതായിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ ഈ ചുവന്ന പേരയിലെ പേരയ്ക്ക.
ഇത് കണ്ടോ, ഇതിൻ്റെ അകം ഇതുപോലെ ഇരിക്കും കേട്ടോ, നല്ല റെഡ് കളറിൽ നല്ല ചുവന്ന്. ഇത് കണ്ട ടൈൽസ്, ദൈവമേ, നമ്മൾ ടൈൽസ് ഈ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂടെ ഒരു സൈഡിൽ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പാമ്പ് കയറി ട്രാപ്പായതാണ്. അതേത് ഇതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അതിനെ അങ്ങ് വിട്ടു. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പം ഇങ്ങനെ ഒരു വലിയൊരു പാമ്പിനെ കണ്ടാൽ പേടിച്ച് പോകത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മുള്ളാത്ത സീതപ്പഴം എന്നൊക്കെ പറയുമല്ലോ. ഒരുപാട് പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരുകളാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇത് മുള്ളാത്തേന്നാണ് ഇതിന് പറയുന്നത്. നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണിത്. ഒത്തിരി നല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടുകളിലൊന്നാണ് അത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ റംബൂട്ടാൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ഞാൻ മെയിനായിട്ട് 2 ടൈപ്പ് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ റെഡും, പിന്നെ ഞാൻ നട്ടേക്കുന്നത് പിന്നെ ഫിലോസാൻ വെച്ചിട്ടുണ്ട്, പിന്നെ വേറൊരു ടൈപ്പ് റംബൂട്ടാനും വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഇത് N80 90 എന്തോ പറയുന്ന ഹോം ഗ്രോൺ വെറൈറ്റി ആയിട്ടുള്ള ഒരു റംബൂട്ടാനാണിത്. നാരങ്ങ നമ്മുടെ കായ്ച്ച കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ പഴുത്ത് കിടക്കാൻ നേരം നമുക്ക് ഇന്ന് പറിച്ച് തിന്നാനൊരു രസമല്ലേ. നല്ല പറമ്പിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോയി ഓരോന്ന് പറിച്ച് നമുക്ക് കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ യെല്ലോ വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് ഭയങ്കര തേൻ പോലെ മധുരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് കായ്ച്ചിങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മധുരം കാരണം നിറയെ ഉറുമ്പുകൾ. ഇപ്രാവശ്യം എന്തോ നിറത്തില്ല, അതിൻ്റെ പൂവെല്ലാം ഉറുമ്പുകൾ തിന്നുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഫിയോമി എന്ന് പറയുന്ന വെറൈറ്റി കോഴിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് മനുഷ്യരുടെ അടുത്തോട്ട് ഓടി വരുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് നമ്മുടെ മറ്റു കോഴികളെ പോലെ ഈ ഫിയോമി നമ്മളുമായിട്ട് അത്ര അടുക്കത്തില്ല പെട്ടെന്ന്. ബ്രഹ്മയൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ടൊക്കെ ഒത്തിരി അടുക്കും. പക്ഷേ ഈ ഫിയോമി വെറൈറ്റീസ് അത്ര അടുക്കത്തില്ല, ഇച്ചിരി അകലത്തിലൊക്കെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.